ഏതൊരു പ്ലസ് ടു വിദ്യാർത്ഥിയും ഫിസിക്സിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഡെറിവേഷൻസ്. ഒരുവിധം ചാപ്റ്റേഴ്സിലൊക്കെ ഡെറിവേഷൻസ് കടന്നു വരുന്നുണ്ട്. പ്ലസ് 1 എക്സാം എഴുതിയ സമയത്ത് പഠിച്ച ഡെറിവേഷൻസ് പോലും എക്സാമിന് എഴുതാൻ പറ്റാത്ത ഒരു സങ്കടകരമായ അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുവിലും നിങ്ങൾക്ക് അത് സംഭവിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ മക്കളെ, 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെറിവേഷൻസ് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരാം. സ്റ്റാർട്ട് ചെയ്യല്ലേ? പ്ലസ് ടുവിൽ നമുക്ക് 60ന്റെ അടുത്ത് ഡെറിവേഷൻസ് എല്ലാ ചാപ്റ്റേഴ്സിലായിട്ട് ഫിസിക്സിൽ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഡെറിവേഷൻസ് ഒട്ടും ഇമ്പോർട്ടൻസ് കുറയാത്തതിന് നിങ്ങൾ പ്ലസ് ടുവിലും കാണണം. കാരണം നമ്മുടെ എക്സാമിന്റെ 20 to 30% മാർക്ക് ഡെറിവേഷൻസിൽ നിന്നായിരിക്കും. സോ അത് എങ്ങനെ പഠിക്കണം നോക്കാം. 3 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. നിങ്ങളുടെ കയ്യിൽ അതായത് ഡെറിവേഷൻസിന്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി പോവാം. അതെങ്ങനെ ചെയ്താൽ മതി? ഇപ്പോൾ തന്നെ 14 ചാപ്റ്റേഴ്സിന്റെയും എല്ലാ ഡെറിവേഷൻ ലിസ്റ്റ് ഉണ്ടാക്കണോ? വേണ്ട. ഫോർ എക്സാമ്പിൾ, 1ാമത്തെ ചാപ്റ്റർ നിങ്ങൾ സ്കൂളിൽ എടുത്തു, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ഏതെങ്കിലും ഒരു പാർട്ടോ അല്ലെങ്കിൽ ഇതിനായിട്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു കുഞ്ഞു നോട്ട്ബുക്കോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ബുക്ക് എന്തെങ്കിലും കീപ്പ് ചെയ്യാം. എന്നിട്ട് അതിലെന്ത് ചെയ്യുക, ഫിസിക്സിന്റെ ചാപ്റ്റർ 1 എന്ന് എഴുതാം. ആ ചാപ്റ്ററിൽ വരുന്ന എല്ലാ ഡെറിവേഷൻസിന്റെയും ഹെഡിങ് എഴുതിയാൽ മതി. അതിന്റെ തിയറി ഒന്നും എഴുതണം നിർബന്ധമില്ല. വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും കൂടി ചെയ്യാം. അതിന്റെ ആ ഡെറിവേഷൻസ് മാത്രം അവിടെ എടുത്ത് എഴുതാം. ഇപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി? ഫിസിക്സിന്റെ ചാപ്റ്റർ 1 എനിക്ക് 6 ഡെറിവേഷൻസ് പഠിക്കാനുണ്ട് മനസ്സിലായി. എന്നിട്ടൊന്ന് PYQs ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാകും. ഈ ഡെറിവേഷൻസ് ഒരു 2 മാർക്കിനാണ് വരിക, ഈ ഡെറിവേഷൻ ഒരു 2 മാർക്കിനാണ് വരിക, ഈ ഡെറിവേഷൻ 2 മാർക്കിനാണ്, ഇവയൊക്കെ 3 മാർക്കിനാണെന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായി. കാരണം ഡെറിവേഷൻസ് ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടുകയല്ലേ, ലിസ്റ്റായിട്ട് കിട്ടുകയാണ്, അതിനെ മാർക്കും ഉണ്ട്. ഇനി നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ ലിസ്റ്റ് ആക്കിയിട്ട് തരണ്ട കേട്ടോ, ഡോൺ വറി. ഇനി സെക്കൻഡ് നിങ്ങളോട് പറയാനുള്ളൊരു പോയിന്റ് ആണ്, നോ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്. ഏതൊരു ഡെറിവേഷൻ എടുത്താലും അതിന്റെ സ്റ്റാർട്ടിങ് എന്താണെന്നും അവസാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അതിന്റെ നടുവിലുള്ളത് അറിയണ്ടെന്നല്ല, പക്ഷേ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് അതിന്റെ സ്റ്റാർട്ടിങ്, എവിടെ നമ്മൾ തുടങ്ങുന്നു എവിടെ അവസാനിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇത് ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഗോസസ് ലോ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡെറിവേഷൻ ആണ്. അപ്പോൾ ഇതെന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഡെറിവേഷൻ ആണ്. അപ്പോൾ ഈ ഡെറിവേഷനിൽ ആക്ച്വലി നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? പല കുട്ടികളും ചെയ്യുന്ന മിസ്റ്റേക്ക്, നേരെ എന്ത് ചെയ്യും, ഇവിടെ തുടങ്ങും, ഇവിടെ പഠിക്കും, ഇങ്ങനെ പഠിച്ച് ഇവിടെ എത്തിക്കും. എന്നിട്ട് ഫൈനൽ ആൻസർ ഇതാന്ന് കിട്ടിക്കും. സത്യത്തിൽ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെറിവേഷൻ എവിടെയാ തുടങ്ങുന്നേ, ഏത് ലോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാനാണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഈ ഡെറിവേഷൻ ഗോസസ് ലോ ഉപയോഗിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അത് തുടങ്ങുന്നത് ഗോസസ് ലോ എഴുതിക്കൊണ്ടാണ്. അങ്ങനെ എഴുതി നമുക്ക് എന്തൊക്കെയോ സ്റ്റെപ്പിലൂടെ ഒരു ഫൈനലായിട്ട് ഒരു സംഭവം കിട്ടും. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ആണ്. അതിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കും, λ=λ/2π × RL എന്നത് ഓർത്ത് വെക്കും. അത് ആദ്യം അങ്ങ് തീർത്ത് വെക്കും. ഇനി അതിലൊരു ചിത്രം വരയ്ക്കാനുണ്ടെന്നും കൂടി ഞാൻ കണക്ട് ചെയ്ത് വെക്കും. ഇനി ഞാൻ എങ്ങനെ പഠിക്കുക, ഇനി പഠിക്കാൻ തുടങ്ങുള്ളൂ. അതായത് ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഇക്വേഷനൊക്കെ എഴുതി കഴിഞ്ഞു, പിന്നെ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞു, പിന്നെ ഈ ഫിഗറിൽ ഗോസസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റെപ്സ് എനിക്ക് പഠിക്കാൻ പറ്റും. എന്നാലും എനിക്ക് ഉറപ്പുണ്ട് ഈ ഫൈനൽ സ്റ്റെപ്പ് ഏതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇവിടെ ഏതെങ്കിലും സ്റ്റെപ്പ് എനിക്ക് മിസ്സായി പോയി കഴിഞ്ഞാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ ആൻസർ അറിയുന്നതുകൊണ്ട് വേണമെങ്കിൽ തിരിച്ചെനിക്ക് ചിന്തിക്കാം. ഇതിന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് എന്തായാലും എനിക്ക് റിവേഴ്സായി ചിന്തിക്കാൻ പറ്റും. അവിടെ ചിന്തിച്ച് ഏതെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾക്ക് തെറ്റിപ്പോവുക മിസ്സായി പോകുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്, അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എഡ്യൂബോർഡ് നിങ്ങൾക്ക് ഇത് വേണ്ടി ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഷോർട്ടായിട്ടുള്ളൊരു നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഫൈനൽ പോയിന്റ്. സ്റ്റഡി കംപ്ലീറ്റ് തന്നെയാണ് പറയുന്നത്. അതായത് ഫൈനൽ ടിപ്പ് ഇതാണ്, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡെറിവേഷൻ പഠിക്കുക. പക്ഷേ എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ വളരെ ഷോർട്ട് വേർഷൻ പ്രാക്ടീസ് ചെയ്താൽ മതി. കാരണം എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിൽ 1.5 പേജ് അല്ലെങ്കിൽ 2 പേജ് തികച്ച് ചെയ്ത ഡെറിവേഷൻ മേ ബി ഒരു 1/2 പേജിൽ എഴുതിയാലും മാർക്ക് കിട്ടും. വളരെ പ്രസക്തമായ ഭാഗങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് ഡെറിവേഷൻ്റെ മാർക്ക് എക്സാമിന് തരും. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, എക്സാമിന് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഈ 2 പുറം അല്ലെങ്കിൽ 3 പുറമൊക്കെ എഴുതി വലിയ ഡെറിവേഷൻ ഉണ്ട്. അത്രയൊന്നും എക്സാമിന് എഴുതണ്ട, അത് വളരെ ഷോർട്ടാക്കിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഡെറിവേഷനാണ്, ഇത് ഫസ്റ്റ് ചാപ്റ്ററിലെ മറ്റൊരു ഡെറിവേഷനാണ്, ഇത് മറ്റൊരു ഡെറിവേഷനാണ്. വളരെ ഷോർട്ടായിട്ട് മൈക്രോ ബിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾ ഡെറിവേഷൻ നോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ എഡ്യൂബോർഡ് ആപ്പിലുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത എഡ്യൂബോർഡ് ആപ്പിൻ്റെ നിങ്ങൾക്ക് റിസോഴ്സ് സെക്ഷനിൽ ഇത് കാണാൻ പറ്റും. അതിൽ ഓൾ ഡെറിവേഷൻസ് പറഞ്ഞ ഒരു മൈക്രോ ബിറ്റ് ഉണ്ട്.
അപ്പോൾ ഇതുപോലത്തെ ഷോർട്ടായുള്ള ഡെറിവേഷൻസ് സ്റ്റെപ്പുകൾ മാത്രം നിങ്ങൾ എക്സാമിൽ റീപ്രൊഡ്യൂസ് ചെയ്താൽ മതി. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നു, അത് പഠിക്കുമ്പം അതെങ്ങനെ വന്നു എന്ന് കാണാതെ പഠിക്കാതെ എന്ത് ചെയ്യണം, മനസ്സിലാക്കി കംപ്ലീറ്റ് പഠിച്ചു വെക്കണം നല്ലതാണ്. എന്നിട്ട് എക്സാമിന് ഷോർട്ട് വേർഷൻസ് എന്ത് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. സോ ഈ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക, ഡെറിവേഷൻസ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക. എജുപോണിൻ്റെ പുതിയ ചാനലാണ്. ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കുക.